ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തൊരു പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ അല്ല നോക്കുന്നത്, പകരം ഒരു വെറൈറ്റി പ്രോബ്ലമാണ്. ഓക്കെ, സോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, എക്സാമിന് വേണമെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പായിട്ടൊക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എത്ര രൂപയുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ഐറ്റംസ് മാത്രമല്ലേ എടുക്കൂ, ഈ വർഷത്തെ എമൗണ്ട് മാത്രമേ എടുക്കൂ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ സബ്സ്ക്രിപ്ഷനോ ഇനി വരാനിരിക്കുന്ന വർഷത്തെ സബ്സ്ക്രിപ്ഷനോ ഒന്നും നമുക്ക് വേണ്ട. അപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ചോദ്യം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് എത്ര രൂപയുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ ഈ വർഷത്തെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്, ഈ കാര്യം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സോ അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന മൊഡ്യൂളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ടൈപ്പ് പ്രോബ്ലമാണ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ എന്നതിനേക്കാളും ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടുന്നത് ഒരു പെർട്ടിക്കുലർ ഐറ്റം, സബ്സ്ക്രിപ്ഷൻ എന്നൊരു ഐറ്റത്തിൻ്റെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ജോലി എന്താണ്? എത്ര രൂപയുടെ സബ്സ്ക്രിപ്ഷനാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷം കാണിക്കേണ്ടത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. From the following, show the amount of subscription to be credited in the income and expenditure account of Senior Citizens Club Trivandrum. ഇവിടെ ചോദ്യം അതുതന്നെയാണ്. തന്നിരിക്കുന്ന വിവരം അനുസരിച്ച് എത്ര രൂപയുടെ സബ്സ്ക്രിപ്ഷനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ചിരുന്നോണേ, നല്ല കോമൺ സെൻസ് ചിന്തിച്ചാൽ മതി, ഒന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കരുത്. വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് നല്ല ടെൻഡൻസി ഉണ്ട്, പല കുട്ടികളുടെയും പ്രശ്നം ചില കാര്യങ്ങൾ അവർ കാണാതെ പഠിച്ചങ്ങ് വെക്കും. ഇത് അങ്ങനെ കൂട്ടി ഇത്രയും കുറയ്ക്കുക. അതായത് കുറേ കാര്യങ്ങൾ കൂട്ടാനും കുറേ കാര്യങ്ങൾ കുറയ്ക്കാനും ഒക്കെ കാണാതെ പഠിച്ചങ്ങ് വെക്കും. അങ്ങനെ കാണാതെ പഠിച്ച് വെച്ചുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മേ ബി പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടി പോകും, പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം പിന്നീട് പഠിക്കാൻ വന്നാൽ നിങ്ങൾക്ക് ആ ലോജിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് കാണാതൊന്നും പഠിക്കേണ്ട, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് എത്ര രൂപയുടെ സബ്സ്ക്രിപ്ഷൻ ആണോ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ആ എമൗണ്ട് കണ്ടുപിടിക്കുക. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കോ. മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 7500. അപ്പോൾ 7500 രൂപയാണ് നമ്മൾ ഈ വർഷം സബ്സ്ക്രിപ്ഷനായിട്ട് കിട്ടിയത്. ഇത് ആക്ച്വൽ റെസിപ്റ്റാണ്. 7500 രൂപയാണ് പൈസയായിട്ട് ഈ വർഷം സബ്സ്ക്രിപ്ഷൻ എന്ന പേരിൽ നമുക്ക് കിട്ടിയത്. നമ്മൾ ആക്ച്വലി കിട്ടിയ പൈസ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലല്ലേ എഴുത്തുള്ളൂ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ കിട്ടിയ പൈസ അല്ലല്ലോ, ഇതിൽ ഈ വർഷത്തെ പൈസ. 7500 രൂപ ഈ വർഷം കിട്ടി, ഞാൻ സമ്മതിച്ചു. പക്ഷേ ഈ 7500 ഈ വർഷത്തെ പൈസ ആയിരിക്കത്തില്ല. കഴിഞ്ഞ വർഷം തരാനുള്ളവർ ഈ വർഷം തന്നിരിക്കാം, അടുത്ത വർഷം തരാനുള്ളവർ നേരത്തെ കൊണ്ടടച്ചിരിക്കാം. എന്താണെങ്കിലും 7500 രൂപ ആക്ച്വൽ റെസിപ്റ്റാണ്. ഈ വർഷം 7500 രൂപ നമുക്ക് കിട്ടി. അത് നമുക്കിവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതാൻ പറ്റില്ല, നമ്മൾ ബാക്കിയും കൂടെ നോക്കണം. ഇതാ കേട്ടോ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് 800. നമ്മുടെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഫസ്റ്റ് ഡേറ്റിൽ ഒരു 800 രൂപ കിട്ടാനുണ്ടായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടോണം, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ് എന്നാണ്. നമ്മുടെ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ, നമ്മുടെ ഏത് വർഷമാണോ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ 800 രൂപ കിട്ടാനുണ്ടായിരുന്നു. അതപ്പോൾ ഏത് വർഷത്തെ പൈസയായിരിക്കും? ഈ വർഷത്തെ തുടക്കത്തിൽ ഫസ്റ്റ് ഡേയിൽ. വർഷം അങ്ങോട്ട് തുടങ്ങുന്നതേ ഉള്ളൂ. ഈ വർഷത്തെ ഫസ്റ്റ് ഡേറ്റ് നമ്മൾ പറയുവാണ് ഒരു 800 രൂപ പെൻഡിങ് ഉണ്ട്. അതപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ 800 രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പെൻഡിങ് ആണ്. അതുകൊണ്ടാണല്ലോ ഈ വർഷത്തെ ഫസ്റ്റ് ഡേറ്റ് തന്നെ നമ്മൾ പറയുന്നത് ഒരു 800 രൂപ കിട്ടാനുണ്ടല്ലോ. അതായത് കഴിഞ്ഞ വർഷത്തെ 800 രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ 800 രൂപയാണ് ഈ വർഷം ഫസ്റ്റ് ഡേറ്റിൽ ഡ്യൂ ആയി എന്ന് നമ്മൾ പറയുന്നത്. സോ ഒരു 800 റുപ്പീസ് നമ്മുടെ ഈ വർഷത്തെ അല്ല, അത് കഴിഞ്ഞ വർഷത്തതാണ്. അപ്പോൾ ഒരു 800 രൂപ കഴിഞ്ഞ വർഷത്തെ പൈസയാണ് കിട്ടിയത്. അത് ലെസ് ചെയ്യണം. ഈ 800 രൂപ നമ്മൾ കുറയ്ക്കണം. നമുക്ക് 7500 രൂപ കിട്ടി. 7500 രൂപ ആക്ച്വലി കിട്ടി. പക്ഷേ അതിൽ 800 രൂപ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പൈസയാണ്. അത് നമ്മൾ ഈ വർഷമല്ല എടുക്കേണ്ടത്. സോ അത് 800 രൂപ നമുക്ക് മൈനസ് ചെയ്യണം. 800 കുറയ്ക്കേണ്ട ഐറ്റമാണ്. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്, വർഷത്തിൻ്റെ അവസാനം. ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഡേറ്റ് പറയുവാണ് ഒരു 1400 രൂപയും കൂടെ കിട്ടാനുണ്ടായിരുന്നല്ലോ. ഒരു 1400 രൂപ കിട്ടാനുണ്ടല്ലോ. അപ്പോൾ അത് ഈ വർഷത്തെ തന്നെ എമൗണ്ട് കിട്ടാനുണ്ടെന്നാണ്. ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റിലാണ് നമ്മൾ പറയുന്നത് ഒരു 1400 രൂപ പെൻഡിങ് ഉണ്ടല്ലോ.
കാഷ്യർ പറയുവാണ് ഒരു 1400 രൂപ കൂടെ കിട്ടാനുണ്ടല്ലോ, അതപ്പോൾ ഈ വർഷത്തെ പൈസ തന്നെ ആയിരിക്കത്തില്ലേ. സോ ഈ വർഷം ഒരു 1400 രൂപ കിട്ടാനുണ്ട്, അപ്പോൾ അത് ഈ വർഷം കിട്ടാനുള്ളത് തന്നെയാണ്, നമ്മളത് ആഡ് ചെയ്യണം. ഈ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഫസ്റ്റ് ഡേറ്റിൽ, ഈ വർഷത്തെ ഫസ്റ്റ് ഡേറ്റിൽ കുറച്ച് സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങി. ഒരു വർഷത്തെ ഫസ്റ്റ് ഡേറ്റിൽ കുറച്ച് എമൗണ്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ എമൗണ്ട് തന്നെയാണ്. ഈ വർഷത്തെ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ കുറച്ച് എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ പൈസ തന്നെ നേരത്തെ അടച്ചു എന്നാണ്. സോ ഇത് നമ്മുടെ ഈ വർഷത്തെയാണ്, ദാറ്റ് ഈസ് ആഡ് ചെയ്യണം. അത് ആഡ് ചെയ്യണം. ഇത് ഈ വർഷത്തെ തന്നെയാണ്. ഈ 200 രൂപ നമ്മുടെ ഈ വർഷത്തെ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വർഷം തീരുമ്പോൾ, ഈ വർഷത്തിൻ്റെ അവസാനം, ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് ഡേറ്റിൽ കുറച്ച് പൈസ നമ്മൾ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് അടുത്ത വർഷത്തേക്കുള്ള പൈസയാണ്, അത് മൈനസ് ചെയ്യണം. ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ 7500 രൂപ നമ്മൾ ഈ വർഷം കിട്ടി എന്നാലും അതിൽ 800 രൂപ കഴിഞ്ഞ വർഷത്തേതാണ്. 1400 രൂപ ഇതുവരെ കിട്ടിയിട്ടില്ല, പക്ഷേ അത് ഈ വർഷത്തെ തന്നെയാണ്, ആഡ് ചെയ്യണം. ഓപ്പണിംഗ് ഡേറ്റിൽ തന്നെ നമ്മൾ കുറച്ച് പൈസ അഡ്വാൻസ് ആയിട്ട് വാങ്ങിയതായിട്ട് കാണപ്പെടുന്നുണ്ട്, അത് ഈ വർഷത്ത് തന്നെയാണ്, ആഡ് ചെയ്യണം. ക്ലോസിംഗ് ഡേറ്റിൽ ഒരു 300 രൂപ അഡ്വാൻസ് ആയിട്ട് വാങ്ങി വെച്ചു എന്ന് പറഞ്ഞാൽ അത് അടുത്ത വർഷത്തതാണ്, നമ്മളത് ലെസ് ചെയ്യണം. സോ ഇങ്ങനെ തന്നെ ആയിരിക്കും ആൻസർ കിടക്കുന്നത്, ഒരു സംശയം വേണ്ട. ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാം. ആദ്യം നമ്മൾ ഈ വർഷം കിട്ടിയ പൈസ ഇങ്ങോട്ട് എഴുതുക, ഫോർമാറ്റ് വെക്കൂ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് 7500. കൃത്യമായിട്ട് അങ്ങനെ തന്നെ 1400 രൂപ എന്ന് പറയുന്നത് നമുക്ക് ആഡ് ചെയ്യണം. 200 ആഡ് ചെയ്യണം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, നമ്മൾ ഈ പറയുന്ന 1400 എന്ന് പറയുന്നത് ഈ വർഷത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 200 എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റിൽ വാങ്ങിയ അഡ്വാൻസ് ആണ്. ഇത് രണ്ടും ഈ വർഷത്തെ തന്നെ. ബാക്കി 2 എമൗണ്ടും ലെസ് ചെയ്യുക. ഇത് 2 ആഡ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുക, ദെൻ ഇത് 2 ലെസ് ചെയ്ത് ഇങ്ങോട്ട് എഴുതുക. എമൗണ്ട് 8000. ഈ കൂട്ടാനും കുറയ്ക്കാനൊക്കെ അറിയാമല്ലോ. 7500ൻ്റെ കൂടെ ഈ 2 എമൗണ്ട്, അതാണ് ഈ 1600. ഇത് കൂട്ടണം, അപ്പോൾ 9100 എന്ന് കിട്ടും. ആ 9100 നിന്ന് ഈ 2 എമൗണ്ട്, അതായത് 1100 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ആൻസർ 8000 എന്ന് വരും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇവിടെ ലോജിക്കൽ തിങ്കിങ് മതി. ദയവ് ചെയ്ത് കാല് പിടിച്ച് പറയുവാണ്, ഇതിങ്ങനെ കാണാതെ പഠിച്ച് വെക്കരുത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ ആലോചിക്കുക. ഞാനിപ്പോൾ ഈ ആൻസർ കാണാതെ തന്നെ ഈ ഉത്തരം ഇവിടെ കാണിച്ചു തന്നത് ഞാനിത് കാണാതെ പഠിച്ച് വെച്ചുകൊണ്ടല്ല. അതായത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് ഡേറ്റ്. ഇവിടെ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ, വർഷം തുടങ്ങുന്നതേ ഉള്ളൂ, ഇന്ന് ഫസ്റ്റ് ഡേറ്റ് അല്ലേ, ഫസ്റ്റ് ഡേറ്റ് പറയുവാണ് ഒരു 800 രൂപ കിട്ടാനുണ്ട്. ഫസ്റ്റ് ഡേറ്റിൽ തന്നെ പറയുവാണ് നമുക്കൊരു 800 രൂപ പെൻഡിങ് ഉണ്ടല്ലോ, അതപ്പോൾ കഴിഞ്ഞ വർഷത്തേതാണ്. കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ടാണല്ലോ ഫസ്റ്റ് ഡേറ്റ് പറയാൻ പറ്റിയത്. ഒരു 800 രൂപ കിട്ടാനുണ്ടല്ലോ, അതപ്പോൾ കഴിഞ്ഞ വർഷത്തെയാണ്, കുറയ്ക്കണം. ലാസ്റ്റ് ഡേറ്റ് പറയുവാണ്, ക്ലോസിംഗ് ഡേറ്റ് പറയുവാണ്, ഒരു 1400 രൂപ കിട്ടാനുണ്ടല്ലോ. ക്ലോസിംഗ് ഡേറ്റ് പറയുവാണ് ഒരു 1400 രൂപ കിട്ടാനുണ്ടല്ലോ, അതപ്പോൾ ഈ വർഷത്തെ തന്നെയാണ്. ഇനി ഓപ്പണിംഗ് ഡേറ്റ് നോക്കുമ്പോൾ നമ്മളൊരു 200 രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ തന്നെ ഒരു 200 രൂപ അഡ്വാൻസ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ പൈസ തന്നെ ആയിരുന്നു. ക്ലോസിംഗ് ഡേറ്റിൽ നമ്മളൊരു 300 രൂപ അഡ്വാൻസ് വാങ്ങിയെന്ന് പറഞ്ഞാൽ അത് അടുത്ത വർഷത്തേതാണ്. അപ്പം നമ്മുടെ കറണ്ട് ഇയർ മാത്രം ആഡ് ചെയ്യുക, കഴിഞ്ഞ വർഷത്തെയും ഇനി വരാനിരിക്കുന്ന വർഷത്തെയും ലെസ് ചെയ്യുക. അപ്പം കറണ്ട് ഇയർ ഐറ്റംസ് എടുത്ത് ആഡ് ചെയ്യുക, പ്രീവിയസ് ഇയറും ഫ്യൂച്ചർ ഇയറും ലെസ് ചെയ്യുക. ഈ പരിപാടിയെ ഞാൻ പഠിപ്പിച്ചോളൂ, ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ഈ ആൻസർ കിട്ടുന്നത്. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തതും ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ്. സ്റ്റേഷനറി. നമ്മൾ ഈ പറയുന്ന നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവർക്ക് പേന വേണ്ടി വരും, മഷി വേണ്ടി വരും, പേപ്പർ വേണ്ടി വരും, സ്കെയിൽ വേണം, അങ്ങനെയൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരു സ്റ്റേഷനറി എന്തായാലും വാങ്ങും. ഓക്കെ, സ്റ്റേഷനറിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര രൂപയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതേണ്ടതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ ആണല്ലോ, പഠിക്കുന്നുണ്ടല്ലോ അല്ലേ, ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഷനറിക്ക് വേണ്ടി എത്ര രൂപ നമ്മൾ ഈ വർഷം ചെലവാക്കി എന്നല്ല, എത്ര രൂപയുടെ സ്റ്റേഷനറി നമ്മൾ ഈ വർഷം യൂസ് ചെയ്തു എന്നാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ടത്. എന്താണ് ഒരിക്കൽ കൂടെ പറഞ്ഞത് കേട്ടോ. സ്റ്റേഷനറിയുടെ ആവശ്യത്തിനായിട്ട്, സ്റ്റേഷനറിക്ക് വേണ്ടി എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നല്ല,
എത്ര രൂപയുടെ സ്റ്റേഷനറി യൂസ് ചെയ്തു അതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. ക്ലിയർ ആയോടോ? നിങ്ങൾ ഇത്ര രൂപ ചിലവാക്കിയെന്നല്ല, സ്റ്റേഷനറി മേടിക്കുന്നതിന് വേണ്ടി, പേനയും പേപ്പറും സ്കെയിലും ഒക്കെ മേടിക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ വർഷം ഇത്ര രൂപ ചിലവാക്കി എന്നല്ല, എത്ര രൂപയുടെ സ്റ്റേഷനറിയാണ് നമ്മൾ ഈ വർഷം ഉപയോഗിച്ചത്. ഉപയോഗിക്കാതിരിക്കുന്ന സ്റ്റേഷനറി നമ്മൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയാണ് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും പറയുന്നു, ഇത് പലപ്പോഴും കുട്ടികൾ ലോജിക്കലി ചുമ്മാ ഒരു എക്സ്പെൻസ് എടുത്ത് ചെയ്യുന്നതൊക്കെ ചെയ്യും. അങ്ങനല്ല, സ്റ്റേഷനറി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലാണ്, ഒരു ഫിസിക്കൽ പ്രോഡക്റ്റാണ്. അതിനു വേണ്ടി എത്ര രൂപ ചിലവാക്കി എന്നല്ല, എത്ര രൂപയുടെ സാധനം നമ്മൾ ഈ വർഷം യൂസ് ചെയ്തു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ലോജിക്കൽ ചിന്തിക്കണം. ഓക്കെ, ഇതാ ഇവിടെ നോക്കിക്കോ. ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ദ എമൗണ്ട് ടു ബി ഷോൺ ഇൻ ദ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻ റെസ്പെക്ട് ഓഫ് സ്റ്റേഷനറി. ഓക്കെ, നോക്കിക്കോ. പേയ്മെൻറ്റ് മെയ്ഡ് ഫോർ സ്റ്റേഷനറി ഡ്യൂറിങ് ദ ഇയർ 720. ഇവിടെ നമ്മൾ ഈ വർഷം 720 രൂപ സ്റ്റേഷനറിക്ക് വേണ്ടി ചിലവാക്കി. 720 രൂപയാണ് നമ്മൾ ഈ വർഷം സ്റ്റേഷനറിക്കായിട്ട് ആക്ച്വലി കൊടുത്തത്. ഇത് ആക്ച്വൽ പേയ്മെൻ്റ് ആണ്. ഈ വർഷം 720 രൂപയാണ് നമ്മൾ സ്റ്റേഷനറിക്ക് വേണ്ടി ആക്ച്വൽ പേയ്മെൻറ്റ് നടത്തിയത്. ശരി, അതവിടെ നിൽക്കട്ടെ. ഇനി സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ഓൺ ഓപ്പണിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഡേറ്റിൽ 60 രൂപയുടെ സ്റ്റേഷനറി അലമാരിയിലുണ്ടായിരുന്നു. ക്ലോസിംഗ് ഡേറ്റിൽ 80 രൂപയുടെ സ്റ്റേഷനറി അലമാരിക്കകത്തുണ്ട്. ഒന്നുകൂടെ കേട്ടോണേ, നമ്മുടെ ഈ വർഷത്തിൻ്റെ ഫസ്റ്റ് ഡേറ്റിൽ, ഓപ്പണിംഗ് ഡേറ്റിൽ 60 രൂപയുടെ സ്റ്റേഷനറി നമ്മുടെ അലമാരിക്കകത്ത് ഉണ്ടായിരുന്നു ഓപ്പണിംഗ് ഡേറ്റിൽ. ക്ലോസിംഗ് ഡേറ്റിൽ 80 രൂപയുടെ സ്റ്റേഷനറി ക്ലോസിംഗ് ഡേറ്റിൽ അലമാരിക്കകത്തുണ്ട്. ഓക്കെ, കൂടാതെ ഒരു 120 രൂപ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ഈ വർഷം വാങ്ങിയതിൻ്റെ തന്നെ ഒരു 120 രൂപ നമ്മൾ കൊടുക്കാനുണ്ട്. ഇവിടെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ വേണ്ടത്, നമ്മൾ ഈ വർഷം എത്ര രൂപയുടെ സ്റ്റേഷനറി ഉപയോഗിച്ച് കാണുമെന്നാണ്. നമ്മൾ ഈ വർഷം എത്ര രൂപയുടെ സ്റ്റേഷനറി യൂസ് ചെയ്ത് കാണും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സംഭവം എഴുതാം. 720 രൂപയാണ് ഈ വർഷം പേയ്മെൻറ്റ് പോയത്. പേയ്മെൻറ്റ് മേഡ് 720 രൂപ. ഇനി ശ്രദ്ധിച്ച് കേട്ടോണം. ഈ 60 രൂപയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ഓപ്പണിംഗ് ഡേറ്റിൽ 60 രൂപയുടെ സ്റ്റേഷനറി ഉണ്ടായിരുന്നല്ലോ, അത് നമ്മൾ ഈ വർഷത്തേക്ക് എടുക്കത്തില്ലേ? ഓപ്പണിംഗ് ഡേറ്റിൽ ഇരിക്കുന്ന 60 രൂപ നമ്മൾ ഈ വർഷം എടുത്ത് ഉപയോഗിക്കത്തില്ലേ? ആ സ്റ്റേഷനറി ഓപ്പണിംഗ് ഡേറ്റിൽ അലമാരിക്കകത്തിരിക്കുന്ന 60 രൂപയുടെ സ്റ്റേഷനറി നമ്മൾ ഈ വർഷത്തേക്കല്ലേ യൂസ് ചെയ്യുന്നത്. സോ അത് ഈ വർഷത്തതാണ്. ആ 60 രൂപ ഈ വർഷം സ്പെൻഡ് ചെയ്തതായിട്ട് കാണിക്കണം. മറ്റൊന്ന്, ഈ വർഷം നമ്മളൊരു 120 രൂപ കൊടുക്കാനുണ്ട്, ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, അതും ആഡ് ചെയ്യണം. ക്ലോസിംഗ് ഡേറ്റ് ഇരിക്കുന്നത് നമ്മൾ ഈ വർഷം മേടിച്ചതാണെങ്കിൽ പോലും അത് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ക്ലോസിംഗ് ഡേറ്റ് ഇരിക്കുന്ന സ്റ്റേഷനറി നമ്മൾ ഈ വർഷം ഉപയോഗിച്ചിട്ടില്ല. സോ അത് ലെസ് ചെയ്യണം. ഇതാണ് ലോജിക്ക്. എത്ര രൂപയുടെ സ്റ്റേഷനറിയാണ് നമ്മൾ ഉപയോഗിച്ചത്. സോ ക്ലോസിംഗ് ഡേറ്റ് ഇരിക്കുന്ന സ്റ്റേഷനറി നമ്മൾ കുറയ്ക്കണം. എന്നിട്ട് ഓപ്പണിംഗ് ഇരിക്കുന്നതാണ് നമ്മൾ ഈ വർഷം എടുത്ത് ഉപയോഗിച്ചത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, ഈ വർഷം തുടങ്ങുമ്പം അലമാരിക്കകത്ത് 60 രൂപയുടെ പേപ്പറും പേനയൊക്കെ ഇരിപ്പുണ്ട്. അത് ഈ വർഷം തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കത്തില്ലേ? എങ്ങനെ ഉപയോഗിച്ച് പിന്നെ കുറേ സാധനങ്ങൾ മേടിച്ചു, കുറേയൊക്കെ മേടിച്ചതിൻ്റെ പൈസ കൊടുക്കാണ്ട് എല്ലാം കൂടെയൊക്കെ കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഒരു 80 രൂപയുടെ സ്റ്റേഷനറി ഇനി അലമാരിക്കകത്ത് ബാക്കിയുണ്ട്. അപ്പോൾ ആ 80 രൂപയുടെ സ്റ്റേഷനറി ഈ വർഷം ഉപയോഗിച്ചിട്ടില്ല, അത് ലെസ് ചെയ്യണം. അത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 720 രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അതിനോടൊപ്പം ഓപ്പണിങ്ങിലിരുന്ന 60 രൂപയുടെ സ്റ്റേഷനറി ഉപയോഗിച്ച് കാണും. ഒരു 120 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ല. ഈ വർഷത്ത് തന്നെ നമ്മൾ കൊടുത്തിട്ടില്ല. അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ക്ലോസിങ്ങിൽ ഉപയോഗിക്കാതിരുന്ന സ്റ്റേഷനറി ലെസ് ചെയ്യണം. വീണ്ടും ഞാൻ പറയുന്നു, നമ്മൾ എത്ര രൂപയുടെ സ്റ്റേഷനറിയാണ് യൂസ് ചെയ്തത്, എത്ര രൂപയാണ് ഉപയോഗിച്ചത്, എത്ര രൂപയുടെ സ്റ്റേഷനറിയാണ് ഉപയോഗിച്ചത്, ആ എമൗണ്ട് വേണം ഇവിടെ വരാൻ. അതാണ് 820 എന്ന് പറയുന്നത്. സോ ഓപ്പണിങ്ങിലിരുന്ന സ്റ്റേഷനറി നമ്മളെടുത്ത് ഉപയോഗിക്കും, ക്ലോസിങ്ങിലിരിക്കുന്ന സ്റ്റേഷനറി നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. അതാണ് ലോജിക്ക്. ഓക്കെ, ഇത് പിന്നെ അറിയാമല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് എന്തായാലും ആഡ് ചെയ്യണമല്ലോ. കൊടുക്കാനുള്ള എമൗണ്ട് എന്തായാലും ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് അതെന്തായാലും ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് സാധാ ഒരു എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനറി അല്ല, സ്റ്റേഷനറിക്കാണ് ഈ പ്രത്യേകത. സ്റ്റേഷനറിക്കാണ് ഈ ഒരു പ്രത്യേകത. എന്ത് പ്രത്യേകത? ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലേ അതനുസരിച്ചേ നിങ്ങൾ സ്റ്റേഷനറി ചെയ്യാവൂ. അല്ലാതെ സ്റ്റേഷനറിയും സാധാരണ മറ്റ് എക്സ്പെൻസും ഒരേപോലെ കാണരുത്. ഇവിടെ സ്റ്റേഷനറി സ്റ്റോക്ക് വരും, ഉപയോഗിച്ചോ ഉപയോഗിച്ചില്ലേ എന്ന് നോക്കണം. ഓപ്പണിങ്ങിലിരിക്കുന്ന സ്റ്റേഷനറി ഈ വർഷം ഉപയോഗിച്ചു, ക്ലോസിങ്ങിലിരുന്ന സ്റ്റേഷനറി ഈ വർഷം ഉപയോഗിച്ചില്ല. അത് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് സാധാ ഒരു എക്സ്പെൻസാണ്, വേറെ എന്തോ എക്സ്പെൻസ്. ഓക്കെ, ഇത് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും. നമ്മളൊരു 900 നോക്കിയോ,
950 രൂപ 950 റുപ്പീസാണ് ഈ വർഷം ചിലവാക്കിയത്. ആക്ച്വൽ പേയ്മെൻ്റ് ആണ്. 950 രൂപ യഥാർത്ഥത്തിൽ എടുത്ത് കൊടുത്തു. ഇത് നിങ്ങൾ തന്നെ മനസ്സിൽ പറയണേ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ നിങ്ങൾ മനസ്സിൽ ആൻസർ പറയണം. അപ്പോൾ 950 രൂപയാണ് ഈ വർഷത്തെ ആക്ച്വൽ പേയ്മെൻറ്റ്. കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തു. കയ്യിൽ നിന്ന് എടുത്ത് കൊടുത്ത പൈസയാണ് 950 രൂപ. ശരി, ഇനി കേട്ടോണേ. 2024 2024 എന്നൊരു വർഷം 950 രൂപയാണ് നമ്മൾ ആക്ച്വലി പേയ്മെൻറ്റ് കൊടുത്തത്. ഇനി നോക്കിക്കോ, എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 1/1/2024 ഓപ്പണിംഗ് ഡേറ്റ്. ഓപ്പണിംഗ് ഡേറ്റിൽ പറയുവാണ്, കേട്ടോണം, ഓപ്പണിംഗ് ഡേറ്റിൽ പറയുവാണ് ഒരു 320 രൂപ കൊടുക്കാനുണ്ടല്ലോ. ആലോചിക്ക്, ഓപ്പണിംഗ് ഡേറ്റിൽ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് ഡേറ്റിൽ പറയുവാണ് നമ്മളൊരു 320 രൂപ പേയ്മെൻറ്റ് കൊടുക്കാനുണ്ട് കേട്ടോ. അതപ്പോൾ ഏത് വർഷത്തെ ആയിരിക്കും? ഫസ്റ്റ് ഡേയുടെ ഫസ്റ്റ് ഡേ പറയുവാണ് ഒരു 320 രൂപ പെൻഡിങ് ഉണ്ടല്ലോ. അതപ്പോൾ ഏത് വർഷത്തെ ആയിരിക്കും? അത് കഴിഞ്ഞ വർഷത്തെയാണ്. അത് കഴിഞ്ഞ വർഷം കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ടല്ലേ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ പറയുന്നത്. ഫസ്റ്റ് ഡേറ്റിൽ തന്നെ വന്നിട്ട് ക്യാഷിയർ പറയുവാണ് ഇതേ നമുക്കൊരു 320 രൂപ പെൻഡിങ് ഉണ്ട് കേട്ടോ. അതപ്പോൾ ഈ വർഷത്തെ ആവുന്നത് എങ്ങനെയാണ്? അത് കഴിഞ്ഞ വർഷത്തത്. ഫസ്റ്റ് ഡേയിൽ രാവിലെ വന്ന് ക്യാഷിയർ പറയുവാണ് ഫസ്റ്റ് ഡേ 2024 ജനുവരി 1 പറയുവാണ് ഒരു 320 രൂപ കൊടുക്കാനുണ്ടേ. ലോജിക്ക് ചിന്തിക്കുക, അത് കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ഈ 320 രൂപ കഴിഞ്ഞ വർഷത്തതാണെന്ന് പറഞ്ഞാൽ നമ്മളിത് കുറയ്ക്കണം, മൈനസ്. ഓക്കെ, അടുത്ത ആലോചിച്ച് പറയണേ. എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31 ഡിസംബർ 2024. നന്നായിട്ട് നോക്കിയേ. ക്ലോസിംഗ് ഡേറ്റിൽ പെയ്ഡ് ഇൻ അഡ്വാൻസ്. ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുത്തു. ആലോചിക്കുക, ക്ലോസിംഗ് ഡേറ്റിൽ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ്റ് കൊടുത്തു. അത് അടുത്ത വർഷത്തതാണ്. ക്ലോസിംഗ് ഡേറ്റ് ആയില്ലേ? ക്ലോസിംഗ് ഡേറ്റിലല്ലേ? ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ വീണ്ടും കൊടുത്തെന്ന് പറഞ്ഞാൽ ഇതടുത്ത വർഷത്തെയാണ്. ഞാൻ ആൻസർ നോക്കാതെ തന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയാൽ മതി. ക്ലോസിംഗ് ഡേറ്റിൽ നമ്മൾ പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. അതപ്പോൾ അടുത്ത വർഷത്തെ പൈസയല്ലേ കൊടുത്തിരിക്കുന്നത്, അതും കുറയ്ക്കണം. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 ഡിസംബർ. ഇവിടെ ക്ലോസിംഗ് ഡേറ്റിൽ 450 രൂപ കൊടുക്കാണ്ട്. ക്ലോസിംഗ് ഡേറ്റിൽ ക്യാഷിയർ പറയുവാണ് അതേ നമുക്കൊരു 450 രൂപ പെൻഡിങ് ഉണ്ട് കേട്ടോ. ക്ലോസിംഗ് ഡേറ്റിൽ 450 രൂപ പെൻഡിങ് എന്ന് പറഞ്ഞാൽ അത് ഈ വർഷത്തെ പെൻഡിങ് തന്നെയാണ്. ആഡ് ചെയ്യണം. ഓക്കെ, എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1 ജാനുവരി. ഓപ്പണിംഗ് ഡേറ്റിൽ പറയുവാണ് നമ്മളൊരു 250 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഓപ്പണിംഗ് ഡേറ്റിലാണ് പറയുന്നത് ഒരു 250 രൂപ നമ്മൾ പേയ്മെൻറ്റ് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ ഈ വർഷത്തെ തന്നെയാണ്. ഞാൻ ഇനി ആൻസർ നോക്കാമല്ലോ. 450ഉം 250ഉമാണ് ആഡ് ചെയ്യുന്നത്. 450ഉം 250ഉമാണ് ആഡ് ചെയ്യുന്നത്. കണ്ടല്ലോ, ഞാൻ എന്തെങ്കിലും കാണാതെ പഠിക്കാൻ പറഞ്ഞോ? ഇല്ല. 320ഉം 300ഉമാണ് ലെസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ കൊണ്ട് ബൈഹാർട്ട് ചെയ്യിപ്പിക്കത്തില്ല. അക്കൗണ്ടിങ് കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കണ്ടോ, കൂട്ടുക കുറയ്ക്കുക, കിട്ടി. ഇതാണ് ലോജിക്ക്. പക്ഷേ എനിക്കിവിടെ നിങ്ങൾക്ക് ഏറ്റവും ശ്രദ്ധിക്കാൻ പറയുന്നത് ഈ എക്സ്പെൻസിൻ്റെ ഇതേ ലോജിക്കല്ല സ്റ്റേഷനറിക്ക്. സ്റ്റേഷനറി എന്ത് ചെയ്യും? എക്സ്പെൻസിൻ്റെ ഇതേ ലോജിക്കല്ല സ്റ്റേഷനറിക്ക്. സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ പ്രോഡക്റ്റ് വാങ്ങുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എത്ര രൂപ ചിലവാക്കി എന്നതിനേക്കാളും എത്ര രൂപയുടെ സാധനങ്ങൾ ഉപയോഗിച്ചു എന്നതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ വർഷം എത്ര രൂപയുടെ സ്റ്റേഷനറി നമ്മൾ എടുത്തുപയോഗിച്ചു. സോ ക്ലോസിങ്ങിലിരിക്കുന്നത് നമ്മൾ കുറയ്ക്കണം. അത് ക്ലോസിങ്ങിലിരിക്കുന്ന സ്റ്റേഷനറിയുടെ വിലയാണ് ഈ പറയുന്നത്. ക്ലോസിങ്ങിൽ അത്രയും വിലയുള്ള സ്റ്റേഷനറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ഈ വർഷം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് അത് കുറയ്ക്കണം. എക്സ്പെൻസിൻ്റെ കാര്യം ഓക്കെ ആണല്ലോ. എക്സ്പെൻസിൻ്റെ ലോജിക്കും സബ്സ്ക്രിപ്ഷൻ്റെ ലോജിക്കും ഏതാണ്ട് ഒരേ കണക്ക് തന്നെ. കഴിഞ്ഞ വർഷത്തെ പൈസയും അടുത്ത വർഷത്തെ പൈസയും കുറയ്ക്കണം. ഈ വർഷത്തെ പൈസ ആഡ് ചെയ്യണം. ദാറ്റ്സ് ഓൾ. 2 കണക്കൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും. ബൈ ഹാർട്ട് ചെയ്യരുത്, പണി കിട്ടും. കാണാതെ പഠിച്ച് വെക്കരുത്, പണി കിട്ടും. ഇത് മാത്രം ലോജിക്കലി ആലോചിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. നേരത്തെ പോലെ തന്നെ ക്വസ്റ്റ്യൻ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ആണ്. ജസ്റ്റ് നോക്കാം. ബാലൻസ് ബ്രോ ഡൗൺ ക്യാഷ്. ഓക്കെ, അതെന്തായാലും നമുക്ക് വേണ്ടുന്ന കാര്യമല്ല. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ ക്യാഷ് ഐറ്റം വേണ്ട. പിന്നെ നമുക്ക് എൻട്രൻസ് ഫീ തന്നിട്ടുണ്ട്, ഡൊണേഷൻ തന്നിട്ടുണ്ട്, എൻഡോൺമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ്. ഞാനിത് 3 വട്ടം വായിച്ചു തന്നെയാണെന്ന് അറിയാവോ? ഒരു പെർട്ടിക്കുലർ ഫണ്ടിലേക്കെന്നും പറഞ്ഞ് പൈസ വാങ്ങി. അതിനെന്താ പ്രത്യേകത? പഠിപ്പിച്ചേക്കാൻ മറന്നോ? ഒരു പെർട്ടിക്കുലർ ഫണ്ടിലേക്കെന്നും പറഞ്ഞ് പൈസ വാങ്ങിയാൽ അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുക്കില്ല. അതുകൊണ്ടാണ് ഇത് വീണ്ടും വായിച്ചത്. അപ്പോൾ എൻട്രൻസ് ഫീ, ഡൊണേഷൻ, എൻഡോൺമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ് ഇത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഐറ്റം അല്ല. അഡ്ജസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അഡ്ജസ്റ്റ്മെൻറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നിങ്ങൾ എടുക്കത്തില്ല. എൻഡോൺമെൻറ്റ് ഫണ്ട്, ഒരു പർട്ടിക്കുലർ ഫണ്ടിലേക്ക് പൈസ പിരിക്കുന്നത് നമ്മുടെ റവന്യൂ ഇൻകം അല്ല. പിന്നെ സബ്സ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്.
2021 സബ്സ്ക്രിപ്ഷനും 2022 വാങ്ങിയതും 2023 ഓൾറെഡി വാങ്ങി വെച്ചതും എല്ലാം കൂടെ ചേർത്താണ് 9800. അതിന് നമുക്ക് തരംതിരിക്കാം. ഓക്കെ, എക്സ്പെൻസുകൾ സ്പോർട്സ് എക്സ്പെൻസ് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് ഉണ്ട്. ജൂലൈ മാസം 1-ാം തീയതി 3000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. ജൂലൈ മാസത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നടുക്കാണ്. 31 ഡിസംബറിൽ അവസാനിക്കുമ്പോൾ 1 ജൂലൈ എന്ന് പറയുമ്പോൾ ഇനി 6 മാസമേ ഉള്ളൂ. അപ്പോൾ 6-ാം മാസം നടുക്ക് വർഷത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് ഇവർ ഫർണിച്ചർ വാങ്ങിയത് 3000 രൂപ. അത് പറഞ്ഞുതരാം. ഓഫീസ് എക്സ്പെൻസ്, ലൈബ്രറി ബുക്ക് വാങ്ങി, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എക്സ്പെൻസ് ഉണ്ട്, മെയിൻ്റനൻസ് ഓഫ് ഗ്രൗണ്ട് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ ന്യൂസ് പേപ്പർ ഉണ്ട്, ക്ലോസിംഗ് ക്യാഷ് അസറ്റാണ് നമുക്ക് വേണ്ട. ഓക്കെ, അഡ്ജസ്റ്റ്മെൻറ്റിൽ ദ ക്ലബ് ഹാസ് 100 മെമ്പേഴ്സ് ഈച്ച് പേയിങ് ആൻ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ഓഫ് 100. എടോ, സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മുടെ ക്ലബിന് 100 മെമ്പേഴ്സ് ഉണ്ട്, ആയിക്കോട്ടെ, ഓരോരുത്തരും 100 രൂപ വെച്ചാണ് കൊടുക്കേണ്ടത്. അപ്പോൾ 100 × 100. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷനിൽ ഇതിനകത്ത് നിങ്ങൾ കിടന്ന് വിരകണ്ട കാര്യമൊന്നുമില്ല. ഈ വർഷം കിട്ടേണ്ടിയിരുന്ന സബ്സ്ക്രിപ്ഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമൗണ്ട് അങ്ങ് എഴുതിയാൽ മതി. കണ്ട, സബ്സ്ക്രിപ്ഷൻ 100 × 100 10,000. കഴിഞ്ഞ കൊല്ലത്തെയും അടുത്ത കൊല്ലത്തെയും കൂട്ടാനും കുറയ്ക്കാനും ഒന്നും പോകണ്ട. കൃത്യമായിട്ട് ക്ലബിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്ക് 100 മെമ്പേഴ്സ് ഉണ്ട്. ഒരാൾ 100 രൂപ വെച്ച് എല്ലാ വർഷവും തന്നിരിക്കണം. വിച്ച് മീൻസ് സബ്സ്ക്രിപ്ഷൻ 10,000. കിട്ടിയാലും കിട്ടിയില്ലേലും നമ്മൾ ആ 10,000 രൂപ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കണ്ട. ഇനി 300, 900, 9,100, 300 കുറച്ച്, 400 കുറച്ച്, 800 ഭയങ്കര ഒന്നുമില്ല. അതായത് ഇവിടെ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സബ്സ്ക്രിപ്ഷൻ 10,000 രൂപയാണ് ഒരു വർഷത്തത്. അതങ്ങ് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ കേസിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ആ 10,000 എഴുതിയാൽ മാത്രം മതി. പിന്നീട് ഇവിടെ സ്റ്റേഷനറി ആയിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട്. ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ പറയുന്നുണ്ട്. നമുക്കെല്ലാം ചെയ്യാം, 1 by 1 ആയിട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ആദ്യം റെസീപ്റ്റ് എടുത്ത് അത് ഇങ്കത്തിൽ കാണിക്കുന്ന പരിപാടിയല്ലേ. അപ്പോൾ റെസീപ്റ്റിൽ ആദ്യം എൻട്രൻസ് ഫീ ചെറിയൊരു എമൗണ്ട് അല്ലേ എടോ, 2000 രൂപയല്ലേ ഉള്ളൂ. ഒന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിത് ഇവിടെ അങ്ങ് എടുക്കാം. എൻട്രൻസ് ഫീ എടുത്തു. ഓക്കെ, വെറും ഡൊണേഷൻ എടുക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ എൻഡോൺമെൻറ്റ് ഫണ്ട് റെസിപ്റ്റ് എടുത്താൽ കൊല്ലും ഞാൻ. എടുക്കരുത്. പ്രത്യേക ഫണ്ടിന് വേണ്ടി എടുക്കത്തില്ല. സബ്സ്ക്രിപ്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് വേണ്ടി മേടിക്കൊന്നും വേണ്ട. 100 മെമ്പേഴ്സ് 100 രൂപ 10,000. ഇത്രയേ ഉള്ളൂ ഇൻകം. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, ഇത് പാടാണെന്ന് ചിന്തിച്ച് പഠിക്കാതിരുന്നിട്ട് അവസാനം അയ്യോടാ ഇത് എളുപ്പമായിരുന്നോടാ എന്ന് ചോദിക്കുന്ന കായ്പ് വരുത്. ഇതൊക്കെ പാടാണെന്ന് ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതവർ ചുമ്മാ നിങ്ങളെ കളിയാക്കാൻ വേണ്ടി പറയുന്ന. അക്കൗണ്ടിങ് ഒക്കെ ഭയങ്കര എളുപ്പമാണോ, ഏറ്റവും എളുപ്പം അക്കൗണ്ടിങ്ങാണ്. ഇനി എക്സ്പെൻസിലോട്ട് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് എക്സ്പെൻസാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് സ്റ്റേഷനറിയെ പറ്റിയും പറയുന്നുണ്ട്. നോക്കിക്കോണേ, സ്റ്റേഷനറിയെ പറ്റിയും പറയുന്നുണ്ട്. പിന്നീട് ഡിപ്രീസിയേഷൻ്റെ കാര്യവും പറയുന്നുണ്ട്. ശരി, സ്പോർട്സ് എക്സ്പെൻസ് 3200. അത് അതുപോലെ അങ്ങോട്ട് എടുത്തെഴുതുക. അത് വലിയ പാടുള്ള കാര്യമല്ലേ. നോക്കിയേ, ഈ തന്നിരിക്കുന്ന ഐറ്റം ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ തന്നിരിക്കുന്ന ഒരു എമൗണ്ട് ഇതുപോലെ ഇങ്ങോട്ടെടുത്ത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ പറയുന്നത് എന്താ, അക്കൗണ്ടിങ് ഭയങ്കര സീനാണ്. ഈ ഐറ്റം ഒന്ന് ആലോചിച്ചു. ഇവിടെ എന്തോ നിങ്ങൾ ചെയ്തത്, സ്പോർട്സ് എക്സ്പെൻസ് നമ്മൾ ഇവിടെ കിടക്കുന്ന ഒരു ഐറ്റം ഒന്ന് ആലോചിച്ച് നോക്കുക. അത് എടുത്തതാ ഇങ്ങോട്ട് എഴുതി. ഇതിന് പോലും മാർക്കുണ്ട്. കാര്യം കറക്റ്റ് പോസ്റ്റിംഗ് ആണ്. അടുത്തത് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് 2200. അതുപോലെ ഇങ്ങോട്ട് എടുത്ത് എഴുതി. ഇതിനും മാർക്ക് കിട്ടും. സയൻസ് പിള്ളേർ കേൾക്കരുത് ഇങ്ങനാണെന്ന്. അടുത്തത് ഫർണിച്ചർ അവിടെ നിൽക്കട്ടെ. ഫർണിച്ചർ അസറ്റ് വാങ്ങിയതാണ്, എടുക്കത്തില്ല. 3 വട്ടം പറയാം. ഫർണിച്ചർ അസറ്റ് വാങ്ങിയതാണ്, അതുകൊണ്ട് അത് എടുക്കത്തില്ല. പരീക്ഷയ്ക്ക് എടുത്തു വെച്ചാൽ പണി കിട്ടും. ഓക്കെ, ഓഫീസ് എക്സ്പെൻസ് എടുക്കും. അതുപോലെ എടുത്ത് എഴുതി. ചുമ്മാ പറക്കി എഴുതിയാൽ മാത്രം മതി. അടുത്തത് ലൈബ്രറി ബുക്ക്. ലൈബ്രറി ബുക്ക് ഇവിടെ ലൈബ്രറി ബുക്ക് എന്ന് പറയുന്നത് മിക്കവാറും ഇത് ലൈബ്രറി ആണോ, എന്ത് തരത്തിലുള്ള ക്ലബ്ബാണ് ആയിക്കോട്ടെ, എന്നാലും ബുക്ക് അസറ്റായിട്ടാണ് എടുക്കുന്നത്. ലൈബ്രറി ബുക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ എടുക്കത്തില്ല. കണ്ടോ, ലൈബ്രറി ബുക്ക് വാങ്ങി എന്ന് പറയുന്നത് ആ കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയല്ല, ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവർക്കതൊരു അസറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ലൈബ്രറി ബുക്ക് മേടിക്കുന്നതും സ്പോർട്സ് മെറ്റീരിയൽ മേടിക്കുന്നതുമെല്ലാം അസറ്റായിട്ട് കണക്കാക്കപ്പെടും. സ്റ്റേഷനറി. ഓക്കെ, അപ്പോൾ ഫർണിച്ചറും എടുക്കത്തില്ല, ലൈബ്രറി ബുക്സും എടുക്കത്തില്ല. സ്റ്റേഷനറിയുടെ കേസിൽ 600 രൂപയുടെ സ്റ്റേഷനറി ഉണ്ട്. ഇപ്പോൾ ആ ലോജിക്കൊക്കെ മനസ്സിലാവും. ഇവിടെ പക്ഷേ പറയുന്നുണ്ട് ഓപ്പണിങ്ങിൽ 75 രൂപ ഉണ്ടായിരുന്നു, ക്ലോസിങ്ങിൽ 125 ഉണ്ട്. ഓപ്പണിംഗ് 75, ക്ലോസിംഗ് 125. അപ്പോൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ആഡ് ചെയ്യുക, ക്ലോസിംഗ് ലെസ് ചെയ്യുക, 550 രൂപ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അതാ പറഞ്ഞത്. ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വർഷം എടുത്ത് ഉപയോഗിച്ചു, ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഈ വർഷം ഉപയോഗിച്ചില്ല, ബാലൻസ് 550. അപ്പോൾ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആയി. മെയിൻ്റനൻസ് ഓഫ് ഗ്രൗണ്ടും സബ്സ്ക്രിപ്ഷൻ്റെ ന്യൂസ് പേപ്പറും നമ്മുടെ ചിലവ് തന്നെ, രണ്ടും പോസ്റ്റ് ചെയ്ത് കാണും. ഗ്രൗണ്ട്, ന്യൂസ് പേപ്പർ. ഓക്കെ, ഡിപ്രീസിയേഷൻ്റെ കേസിൽ നമ്മൾ 20% ഡിപ്രീസിയേഷനാണ് കൊടുക്കേണ്ടത്. ഓക്കെ, എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്
നമ്മുടെ തുടക്കത്തിൽ, ഈ വർഷത്തെ തുടക്കത്തിൽ, ഈ വർഷത്തെ ഫസ്റ്റ് ഡേറ്റിൽ നമുക്ക് ഒരു 5000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. 5000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. കൂടാതെ 6-ാം മാസം അവസാനം, അതായത് 7-ാം മാസത്തിൻ്റെ തുടക്കം നമുക്ക് ഒരു 3000 രൂപയുടെ ഫർണിച്ചർ വാങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഇങ്ങനെയാണോ, 1 ജാനുവരി തൊട്ട് 31 ഡിസംബർ വരെ 12 മാസവും നമ്മുടെ 5000 രൂപയുടെ ഫർണിച്ചർ ഉണ്ടായിരുന്നു. 1 ജൂലൈ തൊട്ട് 31 ഡിസംബർ വരെ 6 മാസത്തേക്ക് 3000 രൂപയുടെ ഫർണിച്ചർ. അപ്പോൾ ഈ 5000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഡിപ്രീസിയേഷൻ, ഈ 3000 രൂപയ്ക്ക് 6 മാസത്തേക്ക് ഡിപ്രീസിയേഷൻ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. 5000 രൂപയ്ക്ക് 20% ഫുള്ള് 1000 രൂപ കിട്ടും. 3000 രൂപയ്ക്ക് 20% 6 മാസത്തേക്ക്, അപ്പോൾ 300 രൂപ. അങ്ങനെ 1300 രൂപയാണ് ഡിപ്രീസിയേഷൻ. ആഡ് ചെയ്യുക, ലെസ് ചെയ്യുക. ഇൻകമാണ് കൂടുതൽ. 2450 രൂപ സർപ്ലസ്. ഇത് നേരത്തെ ചെയ്ത് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ചെയ്ത ഈ ഒരു പ്രോബ്ലത്തിനകത്ത് വലിയ പുതുമയൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചു കൊടുത്താൽ മാത്രം മതി. സ്റ്റേഷനറി കണ്ട് പകച്ചു പോകരുത്. അതുകൊണ്ടാണ് സ്റ്റേഷനറി വെച്ച് പ്രത്യേകം ക്ലാസ് എടുത്തത്. സ്റ്റേഷനറി ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. ഡിപ്രീസിയേഷൻ്റെ കേസിൽ 5000 രൂപയുടെ ഫർണിച്ചർ വർഷം മൊത്തം ഉണ്ടായിരുന്നു. 3000 രൂപയുടെ ഫർണിച്ചർ 6 മാസത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ 3000-ൻ്റെ 20% എടുത്തിട്ട് അതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. 3000-ൻ്റെ 20% 600 രൂപയാണ്. ആ 600 രൂപയുടെ പകുതി എടുത്താൽ മതി. കാര്യം 6 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്ന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതും. പിന്നെ നമ്മൾ ഈ ടൈപ്പ് പ്രോബ്ലം, ഇവനാൾ പുലിയാണ് കേട്ടോ. വളരെ ലോജിക്കലി ആലോചിച്ചാൽ മതി. ദയവ് ചെയ്ത് കാണാൻ പിടിച്ച് വെക്കല്ലേ. നിങ്ങൾ എത്ര പറഞ്ഞാലും അവസാന നിമിഷം ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ കാണാൻ പിടിക്കാം. ക്ലോസിങ് ആഡ്, ഓപ്പണിംഗ് ലെസ്, ആഡ് ലെസ്. ഇവിടെ ആഡ് പശു എന്നൊന്നും പറഞ്ഞ് കാണാൻ പിടിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ തെറ്റിക്കൂടോ. ഈ കാണാതെ പഠിച്ച് വെക്കുന്ന അതിൻ്റെ പകുതി നോളജ് മതി എന്താ പറയുക, ലോജിക്കലി ചിന്തിച്ചെടുക്കാൻ. അതുകൊണ്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ട. ബൈഹാർട്ട് ചെയ്യുന്നത് ഒരു കഴിവ് തന്നെയാണ്. പക്ഷെ അത് ആവശ്യമുള്ളിടത്തേ ബൈഹാർട്ട് ചെയ്യാവൂ. കാണാതെ പഠിക്കുക എന്നൊരു മോശം കാര്യമൊന്നുമല്ല. പക്ഷെ നമുക്ക് ആവശ്യമുള്ള ലോജിക്ക് അപ്ലൈ ചെയ്തിട്ട് ശരിക്കും ഇപ്പം എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ അക്കൗണ്ടിങ്ങിനകത്ത് അങ്ങനെ കാണാൻ പഠിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പോൾ നമുക്കിപ്പം ടാക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ, ഞാൻ കയറ്റി പറഞ്ഞിരുന്നു ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറേ റൂൾസും കുറേ റേറ്റ്സും കുറേ പെർസെൻറ്റേജും ഒക്കെ നമ്മൾ ലോജിക്കലി ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതൊക്കെ കാണാൻ പഠിച്ച് വെച്ചേ പറ്റൂ. അല്ലാതെ അക്കൗണ്ടിങ്ങിനകത്ത് ഒരു കാര്യവും ബൈഹാർട്ട് ചെയ്യേണ്ട. ഒരു കാര്യവും അക്കൗണ്ട് ബൈഹാർട്ട് ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമായിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാലൻസ് ഷീറ്റുമായിട്ട് വരാം. അതും കൂടെ ഉള്ളൂ. ഇനി ബാലൻസ് ഷീറ്റ് ഉണ്ട് കേട്ടോ, തീർന്നിട്ടില്ല. ശ്വാസം വിടാൻ വരട്ടെ. ബാലൻസ് ഷീറ്റും കൂടെ പഠിപ്പിക്കാനുണ്ട്. അതിപ്പം അടുത്ത ക്ലാസ്സായിട്ട് എടുക്കാം.